എനിക്ക് ജന്മം നൽകിയ അമ്മ കഴിഞ്ഞാൽ എന്റെ സ്വർഗത്തിൽ എനിക്കൊരു അമ്മയുണ്ട്. ഈ അമ്മയെ ഞാൻ ആദരിക്കുന്നതിന് കാരണം എന്നേക്കാൾ ഉപരിയായി അവൾ ദൈവ വഴികളിലൂടെ സഞ്ചരിച്ചവളാണ്. എന്നേക്കാൾ ഉപരിയായി അവൾ ദൈവത്തോട് ചേർന്ന് നടന്നവളാണ്. എന്നേക്കാൾ ഉപരിയായി അവൾ ദൈവത്തെ കണ്ടുമുട്ടിയവളാണ്. ഒരു സംശയമില്ലാതെ പറഞ്ഞോളുക. പരിശുദ്ധ അമ്മയുടെ മുൻപില്, യൗസേപ്പ് പിതാവിന്റെ മുൻപില്, സകല പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും മുൻപിൽ നാം എന്തുകൊണ്ടാണ് മധ്യസ്ഥം വഹിക്കണം എന്നാവശ്യപ്പെട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ സമൂഹത്തെ നമ്മൾ ആദരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ സമൂഹം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത്? അതിനൊത്തിരിയേറെ കാരണങ്ങളുണ്ട്. 3 കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തിരുനാളിനായി അമ്മയെ സമർപ്പിക്കുമ്പോൾ അമ്മ എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ആദരിക്കപ്പെടുന്ന അമ്മയായി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ അമ്മ ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചവളാണ്. ഈ അമ്മയുടെ മുൻപിൽ വേറെ വഴികളില്ല. അമ്മ സഞ്ചരിച്ചത് മുഴുവൻ ദേവാലയത്തെ കേന്ദ്രമാക്കിക്കൊണ്ട്, ദേവാലയത്തിന്റെ സാമീപ്യത്തില്, ദേവാലയത്തോട് ചേർന്ന്, തമ്പുരാനോട് ചേർന്ന് നടക്കുന്ന, തമ്പുരാന്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു അമ്മയാണ് ഈ അമ്മ എന്നതിനാൽ ഈ ലോകം മുഴുവൻ ഈ അമ്മയെ ആദരിക്കുകയാണ്. വിശുദ്ധന്മാരിലേക്ക് പോയാലും അവരെല്ലാവരും ദൈവവഴികളിലൂടെ സഞ്ചരിച്ചവരാണ്. അവരുടെ മുമ്പിലും മറ്റു വഴികളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ തിരഞ്ഞെടുത്തു, എന്റെ വഴി തമ്പുരാൻ കാണിച്ചു തരുന്ന വഴിയാണ്, ഞാൻ നടക്കേണ്ട വഴി തമ്പുരാന്റെ വഴിയാണ്, ഞാൻ സഞ്ചരിക്കേണ്ട വഴി തമ്പുരാന്റെ വഴിയാണ്. ആയതിനാൽ തമ്പുരാന്റെ വഴിയെ നടന്നവരെല്ലാം വിശുദ്ധരായി. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നാം ഒന്ന് ഓർത്തു നോക്കുക. നമ്മേക്കാൾ അവർ ദൈവത്തിന്റെ വഴികളിൽ സഞ്ചരിച്ചവരാണ്. തലമുറകൾ പിന്നിടുമ്പോൾ ഈ വഴി മറന്നു പോകുന്നുണ്ട്, ഇഷ്ടപ്പെട്ട വഴി സ്വീകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ദൈവ വഴികളാകാത്തതിനാൽ തന്നെ അവർക്ക് ഈ വിശുദ്ധ പദവിയിൽ എത്താനും സാധിക്കുന്നില്ല. ആയതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ അമ്മയെ എന്റെ സ്വർഗീയ അമ്മയായി സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം, ഈ അമ്മ വഴി നടന്നത് ദൈവത്തിന്റെ വഴികളിലൂടെയാണ്. രണ്ടാമതായിട്ട് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ മോശ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതന ആണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യണം. രണ്ടാമത്തെ അപേക്ഷ, മോശയുടെ രണ്ടാമത്തെ അപേക്ഷ, നീ ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യണം. പരിശുദ്ധ അമ്മ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി മാറിയെങ്കിൽ അതിന്റെ കാരണം അവൾ ദൈവത്തോട് ചേർന്ന് നടന്നവളാണ്. ദൈവത്തോട് ചേർന്ന് നടന്നു എന്ന് മാത്രമല്ല, ദൈവത്തെ പേറിയവളാണ്, ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവളാണ്. ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് അവൾ ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ അവളുടെ യാത്ര ദൈവത്തോട് ചേർന്ന യാത്രയായിരുന്നു. ആയതിനാൽ ഈ അമ്മയെ അല്ലാതെ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ആരെയാണ് ആദരിക്കേണ്ടത്? പരിശുദ്ധ അമ്മയും പരിശുദ്ധന്മാരും ആദരിക്കപ്പെടുന്നെങ്കിൽ കാരണം അവർ ദൈവത്തോട് ചേർന്ന് നടന്നവരാണ്. ഇന്ന് നിന്നെയും ക്ഷണിക്കുകയാണ്, നീ ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കണം, നീ ദൈവത്തോട് ചേർന്ന് നടക്കണം. ഒന്ന് പരിശോധിക്കുക, ആത്മശോധന ചെയ്യുക. ഞാനിന്ന് ആരുടെ കൂടെയാണ്? ഞാനിന്ന് ആരുടെ കൂടെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ, ആത്മശോധനയ്ക്കുള്ള വിഷയമാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാളിൽ നാം നമ്മെ സമർപ്പിക്കുമ്പോൾ അമ്മയെ ആദരിക്കുന്നതിന്റെ കാരണം അമ്മ ദൈവത്തോട് ചേർന്ന് നടന്നവളാണ്. മൂന്നാമതായിട്ട് 18-ാമത്തെ വചനം മോശ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണം. ദൈവമേ, നിന്നെ ഒന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ ആദരിക്കുമ്പോൾ ഈ അമ്മ ദൈവത്തെ കണ്ടവളാണ്.
ഈ അമ്മ ദൈവത്തെ കണ്ടവളാണ്. ഈ അമ്മ ദൈവത്തോട് ചേർന്ന് നടന്നവളാണ്. ഈ അമ്മ ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചവളാണ്. ആര് ചോദിച്ചാലും ധൈര്യത്തോടെ പറഞ്ഞു, എനിക്ക് ജന്മം നൽകിയ അമ്മ കഴിഞ്ഞാൽ എന്റെ സ്വർഗത്തിൽ എനിക്കൊരു അമ്മയുണ്ട്. ഈ അമ്മയെ ഞാൻ ആദരിക്കുന്നതിന് കാരണം എന്നേക്കാൾ ഉപരിയായി അവൾ ദൈവ വഴികളിലൂടെ സഞ്ചരിച്ചവളാണ്. എന്നേക്കാൾ ഉപരിയായി അവൾ ദൈവത്തോട് ചേർന്ന് നടന്നവളാണ്. എന്നേക്കാൾ ഉപരിയായി അവൾ ദൈവത്തെ കണ്ടുമുട്ടിയവളാണ്. ഒരു സംശയമില്ലാതെ പറഞ്ഞോളുക. അപ്പോൾ ഞാൻ ഇന്ന് എന്നെ സമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ അമ്മയുടെ മുൻപിൽ മാധ്യസ്ഥം വഹിച്ച് മാധ്യസ്ഥ യാചിച്ച് നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഈ അമ്മ ദൈവ വഴികളിലൂടെ സഞ്ചരിച്ചവളാണ്. ഈ അമ്മ ദൈവത്തോട് ചേർന്ന് നടന്നവളാണ്. ഈ അമ്മ ദൈവത്തെ കണ്ടുമുട്ടിയവളാണ്. ഇന്നു മുതൽ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കാവുന്ന ഏറ്റവും ശക്തിയേറിയതും മനോഹരവുമായ പ്രാർത്ഥനയാണിത്. ദൈവമേ, നിന്റെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. ദൈവമേ, നീ എന്റെ കൂടെ ആയിരിക്കണമേ. ദൈവമേ, നിന്നെ ഒന്ന് കാണുവാൻ എന്നെ അനുവദിക്കണമേ. നിന്നെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ എന്റെ മുൻപിൽ കടന്നു വരുന്ന വ്യക്തികളിൽ നിന്നെ കാണണം. എന്റെ മാതാപിതാക്കളിൽ നിന്നെ കാണണം. എന്റെ സഹോദരങ്ങൾ നിന്നെ കാണണം. എന്റെ കൂട്ടുകാരിൽ നിന്നെ കാണണം. എന്റെ ഇടവക ജനത്തിൽ നിന്നെ കാണണം. എന്റെ പുരോഹിതനിൽ നിന്നെ കാണണം. ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ ദൈവമേ, നിന്നെ ഒന്ന് കാണുവാൻ എന്നെ അനുവദിക്കണമേ. പരിശുദ്ധ അമ്മയെ എന്റെ സ്വർഗീയ അമ്മയായി ഞാൻ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ അമ്മ ദൈവ വഴികളിലൂടെ സഞ്ചരിച്ചവളാണ്. ഈ അമ്മ ദൈവത്തോട് ചേർന്ന് നടന്നവളാണ്. ഈ അമ്മ ദൈവത്തെ കണ്ടുമുട്ടിയവളാണ്. ഞാനിന്ന് എൻ്റെ തമ്പുരാനെ പഠിച്ച് ഒരുങ്ങി സ്വീകരിക്കുമ്പോൾ ഞാനും സമർപ്പിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ദൈവമേ, നിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, നിന്റെ കൂടെ ഞാനായിരിക്കുവാനും നീ എൻ്റെ കൂടെ ആയിരിക്കുവാനും ഇടയാക്കണമേ. ദൈവമേ, നിന്നെ ഒന്ന് കാണുവാൻ എന്നെ അനുവദിക്കണമേ. എല്ലാ മക്കൾക്കും ഇന്നു മുതലുള്ള എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ദൈവമേ, എൻ്റെ വഴികൾ നിന്റേതാകുവാൻ, എൻ്റെ യാത്ര നിന്നോട് ചേർന്നാകുവാൻ, നിന്നെ കണ്ടുമുട്ടുന്ന വ്യക്തിയാകുവാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ